ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ എൻ്റെ ഇനിയുള്ള എപ്പിസോഡുകളിൽ പറയാൻ പോകുന്നത് മൈസൂറിനെ പറ്റിയാണ്. കേരളത്തിന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് മൈസൂർ. അപ്പോൾ മൈസൂർ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കേരളത്തിൽ നിന്ന് മൈസൂറിൽ എത്താം. അപ്പോൾ ഏറ്റവും ആദ്യം ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂരിലെത്തുക. അപ്പോൾ കണ്ണൂരിൽ വടക്കുന്ന് വരുന്നവർക്കാണേലും തെക്കുന്ന് വരുന്നവർക്കാണേലും കണ്ണൂരിൽ എത്താനായിട്ട് ട്രെയിനുണ്ട്, പ്ലെയിനുണ്ട്, ബൈ റോഡുണ്ട്. അപ്പോൾ ഇതാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് നമ്മൾ 3-3.5 മണിക്കൂർ കൊണ്ട് മൈസൂരിലെത്തും. മൈസൂർ പെരിയപട്ടണ, ഹസൂർ, ഈ സ്ഥലങ്ങൾ കടന്നിട്ടാണ്, ഈ റോഡിൽ കൂടെയാണ് നമ്മൾ മൈസൂരിലെത്തുന്നത് കണ്ണൂരിൽ നിന്ന്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന വഴികൾ തൃശ്ശൂരിലെത്തുക. നമ്മൾ തൃശ്ശൂരിൽ, അപ്പോൾ തെക്കുന്നുള്ളവർ റോഡ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം അല്ലെങ്കിൽ പ്ലെയിൻ മാർഗം നമുക്ക് തൃശ്ശൂരെത്താൻ പറ്റും. തൃശ്ശൂരിൽ നിന്ന് എത്തിയിട്ട് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്, കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് മൈസൂരിലെത്താൻ പറ്റും. തൃശ്ശൂർ, ഷൊർണൂർ, പാലക്കാട്, കോയമ്പത്തൂർ, മൈസൂർ. അടുത്ത ഒരു വഴി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് മഞ്ചേരി, നിലമ്പൂർ, ഗൂഡല്ലൂർ, ഗുണ്ടൽപേട്ട് വഴി നമുക്ക് മൈസൂരിലെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോട് കടക്കുന്നില്ല. അടുത്ത 2 വഴികൾ കോഴിക്കോട് കടന്നിട്ടുള്ളതാണ്. തൃശ്ശൂരിൽ നിന്ന് ആദ്യം കോഴിക്കോട് എത്തണം. തൃശ്ശൂർ, ഇതാണ് കോഴിക്കോട്. അപ്പം ആദ്യത്തെ വഴി ആ മേജർ റൂട്ടാണ്. അതൊരു കൽപ്പാറ്റ വഴിയിട്ട്, കൽപ്പാറ്റ വഴി സുൽത്താൻ ബത്തേരി, ഗുണ്ടൽപേട്ട്, മൈസൂർ. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റേ താമരശ്ശേരി ചുരം ഒക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി കോഴിക്കോട് നിന്ന് അത്രയും വലിയതല്ല, വേറൊരു വഴിയുണ്ട്. അത് കോഴിക്കോട് നിന്ന് മാനന്തവാടി വഴി എന്ന് പറയും. മാനന്തവാടി വഴി നമുക്ക് ഈ റൂട്ട് വഴി മൈസൂരിലെത്താൻ പറ്റും. അപ്പോൾ ഇതിൽ മേജർ റൂട്ട് എന്ന് പറയുന്നത് ഈ സുൽത്താൻ ബത്തേരി വഴിയുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം കാട്ടിൽ കൂടെ, ബന്ദിപ്പൂർ വനങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൈസൂർ എത്തിക്കഴിഞ്ഞ് കാണേണ്ട കാഴ്ചകളും കൂടെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാം. മൈസൂരിൽ നമ്മൾ കണ്ടു തീരണമെങ്കിൽ ഒരു മിനിമം 3 ദിവസം. 2 ദിവസമാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒരു മുറി ആദ്യം മൈസൂരിൽ ബുക്ക് ചെയ്യുക.
ഒരു 1500 രൂപ ഒക്കെ ആകത്തുള്ളൂ ഒരു ഡബിൾ റൂമിന്. മൈസൂരിൽ കാണാനുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് മൈസൂർ സുവോളജിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ. അടുത്തതായിട്ട് ലോകരഞ്ജൻ അക്വാ വേൾഡ് അണ്ടർ വാട്ടർ സൂ. അടുത്തതായിട്ട് സീഷെൽ ആർട്ട് ഗാലറി. അടുത്തതായിട്ട് സാൻഡ് മ്യൂസിയം. അടുത്തതായിട്ട് ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഇത് മഹിഷാസുരൻ്റെ ഒരു പ്രതിമയാണ്. ഇതാണ് നമ്മൾ ഈ ഇവിടെ വരുമ്പോൾ ചാമുണ്ടേശ്വരി അമ്മയുടെ അടുത്ത് വരുമ്പോൾ ആദ്യം കാണുന്ന പ്രതിമ ഇതാണ്. അടുത്തതായിട്ട് ടിപ്പുവിൻ്റെ ശ്രീരംഗപട്ടണം. നമ്മളിപ്പോഴും കാണാൻ പോകുന്നത് പയന കാർ മ്യൂസിയം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലളിത് മഹൽ പാലസ്. അപ്പോൾ അതിന് ആദ്യം ഒരു എൻട്രി ഫീസൊക്കെ ഉണ്ട്, 100 രൂപ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മൈസൂർ പാലസ്. ഫുൾ ലൈറ്റ് ഇട്ട് അവസാനം ഈ നല്ല കർണാടക മ്യൂസിക്കിലെ പാട്ടുകളുമൊക്കെ ഇട്ട് അങ്ങനെ ഈ മൈസൂർ രാജകുടുംബത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അവസാനം ലൈറ്റ് കംപ്ലീറ്റ് ഇട്ടിരിക്കുക. ഇതാണ് ജഗൻമോഹൻ ആർട്ട് ഗാലറി. 8:30 ഓപ്പൺ ചെയ്യുന്നതാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കറിഞ്ചി ലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് സെൻറ്റ് ഫിലോമിന ചർച്ച്. ഇനി നമ്മൾ 2 സ്ഥലങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് റെയിൽവേ മ്യൂസിയം, അത് കുട്ടികളൊക്കെ കാണേണ്ട സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് വൃന്ദാവൻ ഗാർഡൻ. ഇത്രയും ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പാർട്ട് 1 ഇവിടെ ഫിനിഷ് ചെയ്യാണ്.